പ്രത്യാശ വർദ്ധിക്കുന്നെൻ പ്രാണനാഥനെ പ്രാവിൻ ചിറകെനിക്കേകിയെങ്കിൽ പറന്നു പോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗകനാൻ നാട്ടിൽ വാഴുവാനാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 138 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിൽ ഒരു ഭക്തന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. വളരെ ധൈര്യം നൽകുന്ന ഒരു വചനമാണ്. തൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ്, ദൈവമേ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ എനിക്ക് ധൈര്യം നൽകുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ ജീവിപ്പിക്കുവാൻ നീ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ആരും ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ഒന്നാണ് കഷ്ടത. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിത അവസാനം വരെ അവനെ പിന്തുടരുന്ന ഒരു തിന്മയാണ് ഈ കഷ്ടത എന്നുള്ളത്. ജീവിതത്തിൽ ആരും തന്നെ കഷ്ടത ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാൻ ചില പരിശോധനകളുടെ പാന്താവുകളിലൂടെ ദൈവം തന്റെ ഭക്തന്മാരെ നടത്താറുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 46 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇതെല്ലാം തിന്മയാണോ എന്ന് നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ വല്ലാത്ത കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസം തരും, അടുത്തു വരും, ധൈര്യം നൽകും എന്നൊക്കെ ചിന്തിക്കുന്ന പലരും മാറിപ്പോകുമ്പോൾ നമ്മുടെ ദൈവമോ കഷ്ടങ്ങളിൽ കൂട്ടാളിയായി, ഏറ്റവും അടുത്ത തുണയായി, ആശ്വാസദായകനായി, നമ്മുടെ കഷ്ടങ്ങളെ പരിഹരിച്ചു തരുവാൻ ശക്തനായി നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ധൈര്യമാണ് 23 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ അവിടെ ദാവീദ് ഇങ്ങനെ പറയുന്നു, കൂരിരുളിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ ഇടയൻ ജീവിതത്തിന്റെ കൂരിരുൾ താഴ്വരകളിൽ, കഷ്ടങ്ങളുടെ അനുഭവങ്ങളിൽ, വേദനകളുടെ അനുഭവങ്ങളിൽ, രോഗങ്ങളും നിരാശകളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കരുതൽ ജീവിതത്തിൽ എത്ര വലുതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, രോഗമോ കഷ്ടങ്ങളോ പ്രതിസന്ധികളോ എന്തായാലും അത് നിന്നെ തളർത്താതെ, അത് നിന്നെ നശിപ്പിക്കാതെ, നിന്റെ ജീവന് അപായമായി വരാതെ വണ്ണം അതിൻ്റെയൊക്കെ നടുവിൽ ഇറങ്ങി വന്ന് സൗഖ്യം തരുവാൻ, സമാധാനം തരുവാൻ, നിന്റെ ജീവനെ വീണ്ടെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കഷ്ടതയുടെ ഭയങ്കര തീച്ചൂടിലൂടെ കടന്നുപോയ
ഭക്തനായ ഒരു മനുഷ്യനാണ് ജോബ്. എന്നാൽ തന്നെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന തന്റെ സ്നേഹിതനായ എലിഫസ് അവനോട് പറയുന്നു, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ആ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ ജോബ് കടന്നു പോകുമ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു. സ്വന്തം മക്കൾ മുതൽ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ കഷ്ടതയുടെ നടുവിൽ തകർന്നു പോകാതെ വണ്ണം ദൈവനെ ധൈര്യപ്പെടുത്തി, ദൈവനെ ബലപ്പെടുത്തി. അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം ദൈവവനെ തിരികെ നൽകി ദൈവവനെ മാനിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം ഇരിക്കുന്നവൻ, കഷ്ടതയുടെ തീച്ചൂളിൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവൻ. അതുകൊണ്ടാണ് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ചന്ദ്രക്ക് മേശക്ക് ബോന്ദ്രോ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസന്മാർ 7 ഇരട്ടിയായി ചൂട് വർദ്ധിപ്പിച്ച തീയിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ അവിടെ 4-ാമനായി യേശു വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തീച്ചൂളയുടെ ആ ചൂടവരെ ഏൽക്കാതെ വണ്ണം, തീയുടെ മണം പോലും അടിക്കാതെ വണ്ണം, തലമുടിക്ക് പോലും കേടുവരാതെ വണ്ണം ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിന്റെ ചൂടേറിയ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ നിനക്ക് ആശ്വാസം തരുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവ്. അതുകൊണ്ട് യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കയില്ല. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളുടെ നടുവിൽ കടന്നു വന്ന് സഹായിപ്പാൻ കഴിവുള്ള നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ഈ കഷ്ടത തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്കാണ്. ഇതിനെ നന്മയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ നഷ്ടങ്ങൾ തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കൂ. അതുകൊണ്ട് ഇന്ന് നീ കടന്നു പോകുന്ന ശോധനകളുടെ നടുവിൽ ആ ശോധന നിന്നെ നശിപ്പിക്കാതെ വണ്ണം നിനക്ക് ജീവൻ തരുവാൻ, നിന്റെ തലമുറയ്ക്ക് ജീവൻ തരുവാൻ, നിന്റെ ഭവനത്തിന് ജീവൻ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് പറ, ഈ കഷ്ടത എന്നെ നശിപ്പിക്കയില്ല. ഈ കഷ്ടങ്ങളിൽ കൂടെ ഞാൻ കിടക്കേണ്ടി വന്നാലും എന്നെ ജീവിപ്പിക്കുന്ന യേശു എന്നോടൊപ്പമുണ്ട്. അത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ആ വചനം നമുക്ക് ആമേൻ പറയാം. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നീ അവരെ ജീവിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃസൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. കഷ്ടതയാകുന്ന ശോധന എന്നേറെ അടിക്കടിയായി കവിഞ്ഞൊഴുകുകിലും കഷ്ടത സഹിച്ചവൻ തൻ കരം നീട്ടിത്തം എന്നെ അനുദിനം നടത്തിടുന്നു. കഷ്ടത സഹിച്ചവൻ തൻ കരം നീട്ടിത്തം